ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൻ്റെ ഓപ്ഷൻ എങ്ങനെ ബൈ ചെയ്യാം, ഓപ്ഷൻ എങ്ങനെ ബൈ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് അധികം പേർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പം പുതിയതായി അറിയാത്ത ആൾക്കാർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബൈ എങ്ങനെ അറിയാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഗ്രോ ആപ്പിലാണ്. ഗ്രോ ആപ്പിൻ്റെ ഇതിലാണ് ഇപ്പം ബൈയിങ് സെറ്റിംഗ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ ഓക്കർ സെറോദയാണെങ്കിലോ അതേപോലെ ധന്യ അപ്ഷോസ് ഇതിൽ ഏതെങ്കിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാട്ടേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഗ്രോവിൻ്റെ ഓക്കറുള്ളവർ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് വരിക. ഈ ഇൻ്റർഫേസ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിഫ്റ്റി 50 നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ നിഫ്റ്റി 50ൻ്റെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേമാതിരി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അടുത്ത് വരിക. ഇത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ഓപ്ഷൻ ചെയിൻ പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ താഴത്തും വ്യൂ ദ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ കാണിക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങളിവിടെ ടോപ്പിൽ എന്ത് ചെയ്യാം, ഓപ്ഷൻ ചെയിൻ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, താഴത്തുള്ള ഓപ്ഷൻ ചെയിൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ചെയിനിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് അടിച്ചാണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 23,000 കോൾ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ അടിച്ചാൽ ഇവിടെ ഇങ്ങനെ വരും. എന്താ നിഫ്റ്റി എക്സ്പയറി ചെയ്യുന്നത് 30-ാം തീയതിയാണ്. അതേപോലെ 23,000 സ്ട്രൈക്ക് പ്രൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ സ്ട്രൈക്ക് പ്രൈസിക്ക് നേരെ പോകും. ഇപ്പോൾ ഓപ്ഷൻ ചെയിൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഓപ്ഷൻ ചെയിനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോയിട്ട് നിങ്ങൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ എടുക്കാൻ നോക്കുന്നത് ആ സ്ട്രൈക്ക് പ്രൈസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇതേപോലെ വരും. എല്ലാം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബൈ സെല്ലിംഗ് ആണ്. ജസ്റ്റ് ബൈ കൊടുത്താൽ ഇതേമാതിരിയുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് വരിക. ഈ ഓപ്ഷൻ വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോൾ ലിമിറ്റ് ഓർഡറിൽ അധികം ആൾക്കാരും എന്ത് ചെയ്യാം, എല്ലാവരും ട്രേഡ് എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ലിമിറ്റ് ഓർഡർ എടുക്കണം. മാർക്കറ്റ് പ്രൈസിലൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ചിലപ്പം 150 പ്രൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങളാണ്ട് മാർക്കറ്റുകളിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് പെട്ടെന്നൊക്കെ അടിച്ച് കയറില്ലേ, ആ അടിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻട്രി കിട്ടുന്ന എത്ര പ്രൈസ് പറഞ്ഞാൽ 170 അല്ലെങ്കിൽ 180 എൻട്രി കിട്ടുക. മാർക്കറ്റ് ജസ്റ്റ് അവിടെ എത്തിന്ന് പോരുന്ന ടൈമേക്കാരം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടേക്ക് എൻട്രി കിട്ടുക. ആ റാലി അവസാനിക്കുന്ന അവിടേക്ക് എൻട്രി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ മാർക്കറ്റ് 180 വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോസ് അടിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഓർഡറിൽ എടുക്കാതെ നിൽക്കുക. നിങ്ങൾ ലിമിറ്റ് ഓർഡർ കൊടുത്താണ് എന്ത് ചെയ്യുക, എൻട്രി എടുക്കാൻ നിൽക്കുക. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 174 എൻ്റെ എൻട്രി വരുന്നത് 160 165 വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ 165 അടിക്കുക, എന്നിട്ട് ബൈ കൊടുക്കുക. ഇപ്പോൾ ഈ 2 മണി വരെ നോക്കണ്ട, അത് ചില ഇതിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, 165 അടിക്കുക. 165 അടിക്കുമ്പോൾ ഇപ്പോൾ 174 മാർക്കറ്റ് ഉള്ളത്. ഈ 174 എപ്പോഴും മാർക്കറ്റ് ഇറങ്ങി വരുന്നത് വെച്ചാൽ ഇപ്പോൾ 174 പ്രൈസ് 164 അല്ലെങ്കിൽ 165 എപ്പോൾ ആവുന്നോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എൻട്രി ആ ഓർഡർ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓർഡറായിട്ട് കിടക്കും. അപ്പോൾ ജസ്റ്റ് അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഓർഡർ എക്സിക്യൂട്ട് ആവും. ഈ ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ഇവിടെ. വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഹോൾഡിങ്, സിങ് ട്രേഡ്, അതായത് മൈ വാച്ച് ലിസ്റ്റ് എന്ന് പറയുക ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇതിങ്ങനെ കാണാം, വാച്ച് ലിസ്റ്റ് ഇങ്ങനെ കാണാം. അതേപോലെ ഈ ഹോൾഡിങ് ഇവിടെ എന്ത് ചെയ്യും, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനും കൂടി ഇവിടെ വരും. ആ പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ സ്ട്രൈക്ക് ഇവിടെ ഓപ്പൺ ആയി എടുക്കുന്നുണ്ടോ, നിങ്ങളെ സ്ട്രൈക്ക് ഓപ്പൺ ആയി എടുക്കണം. അപ്പോൾ നിങ്ങളെ ട്രേഡ് ഓപ്പൺ ആയി എടുക്കുന്നുണ്ടോ, അപ്പോൾ അവിടെ നിങ്ങളെ പ്രോഫിറ്റും ലോസും നിങ്ങൾക്കവിടെ കാണാം. അങ്ങനെ വരും. അതുപോലെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ട്രേഡ് എടുക്കുക, അതേപോലെ ടാർഗറ്റ് വെച്ച് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലത്തെ ഓപ്ഷൻ വരും. ഇതിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വരാത്ത കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഇപ്പം 165 നിങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 10 പോയിൻ്റാണ് നിങ്ങൾക്ക് 250 രൂപ എന്ത് ചെയ്യും, ലോസ് വരും. ഇപ്പോൾ 25 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 250 രൂപയൊക്കെ നിങ്ങൾക്ക് ലോസ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, 10 പോയിൻ്റാണ് നിങ്ങൾക്ക് ലോസ് ആക്കുന്നുണ്ടെങ്കിൽ 155 അടിച്ചെടുക്കുക. 155 എടുത്താൽ നിങ്ങൾക്ക് 10 പോയിൻ്റാണ് ലോസ് വരിക. 10 പോയിൻ്റാണ് 250 രൂപ നിങ്ങൾക്ക് ലോസ് വരും. പിന്നെ ടാർഗറ്റ് നിങ്ങൾ വെക്കുന്നത് 175 അല്ലെങ്കിൽ 174 വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, 250 രൂപ അല്ലെങ്കിൽ 225 രൂപ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 1:1
റിസ്ക് മാനേജേഷൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കില്ല എന്ന് ഉറപ്പാണ്. എന്തായാലും വളരെ 2 ആയി കാര്യം എല്ലാവരും എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് 5 പോയിൻ്റ് കാര്യങ്ങൾ സ്റ്റോപ്പ് ലോസ് തരും. 5 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് തരുമ്പോൾ 165 നിങ്ങൾ എൻട്രി ആകുമ്പോൾ 160 നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് വരും. അങ്ങനെ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ എൻട്രി എടുക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളെ ലോസിനെക്കാട്ടും കൂടുതലാണ് നിങ്ങളുടെ ടാർഗറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 10 പോയിൻ്റാണ് ലോസ് എന്നുണ്ടെങ്കിൽ ഒരു 15 പോയിൻ്റെങ്കിൽ കാണും ഇത് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ 2 ട്രേഡ് ലോസ് അടിച്ചാലും നിങ്ങൾ പ്രോഫിറ്റിലാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ട്രേഡിങ് സെറ്റപ്പ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ടത്. നിഫ്റ്റിൻ്റെ ഇതേപോലെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫിൻ നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും എല്ലാതും. അപ്പോൾ അധികം ആൾക്കാർ നിൽക്കുന്നത് നിഫ്റ്റിയിലാണ്. വെച്ചാൽ അതിൽ അധികം വേരിയേഷനും അതായത് വോൾട്ടേജൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അധികം ആൾക്കാർ നിൽക്കുന്നത് നിഫ്റ്റിയിലാണ്. അതേപോലെ ലോട്ട് സൈസ് കുറവാണ്, പ്രൈസ് കുറവാണ് ബൈയിങ് ചെയ്യാൻ. അതേപോലെ നമ്മൾ ക്യാപിറ്റൽ അധികം വലുത് വേണ്ട, ചെറിയ ക്യാപിറ്റൽ മതി. ഇപ്പോൾ ഒരു മാസം മുമ്പ് നമുക്ക്, ഒരു മാസമല്ല, അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ 75 ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ ഇനിയുള്ള തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച മുതൽ എന്ത് ചെയ്യുന്നു, 25 ക്വാണ്ടിറ്റിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതാണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ ബൈയിങ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊക്കെ ടെന്നിൽ വേണോ, ഓപ്ഷൻസിൽ വേണോ, സെറോദിൽ വേണോ, ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞാൻ വീഡിയോ ആയിട്ട് ഇതിൽ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും.